ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. ഞാനിത് പഠിപ്പിക്കുന്നത് 10ാം ക്ലാസ്സിലെ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്ററാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ ജെമിനിയുടെ അടുത്തുനിന്നും എഴുതിയെടുത്തതാണ്. എനിക്കെന്തായാലും ടെക്സ്റ്റ് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതിയെടുത്തു. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊന്നും എനിക്കിതിൽ നോ ഐഡിയ. എന്തായാലും ഞാൻ വായിച്ചു തരാം. അപ്പോൾ ഇതിൽ ഒരു ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല. പിന്നെ ചൗരി ചൗര സംഭവം നമുക്കറിയാം, 1922 അഹമ്മദാബാദിൽ വെച്ചിട്ട്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഗാന്ധിജി 20 വർഷം എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരും. വക്കീലായിരുന്നല്ലേ നമ്മുടെ ഗാന്ധിജി, വക്കീലായിരുന്നു. പിന്നെ അതങ്ങനെ ഗാന്ധിജി 1915 ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. പിന്നെ 1915 ബീഹാറിൽ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. അതിനുശേഷം പിന്നെ ഒരു സത്യാഗ്രഹ സഭ തുടങ്ങി 1919 ഏപ്രിൽ 6. പിന്നെ എന്തിനെയാണ് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് വിശേഷിപ്പിച്ചത്? ഇനി വരുന്ന പ്രിലിംസിന് എന്തായാലും ചോദിക്കുക. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റാണ്. അത് ഈ ഹർത്താലിനെയാണ് പറയുന്നത്. 1919 ഏപ്രിൽ 6 ഒരു ഹർത്താൽ വെച്ചെന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് നമ്മൾ പറഞ്ഞത്? ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച ഹർത്താൽ. ബെസ്റ്റ്. ഓക്കെ. പിന്നെ ഒരു പഞ്ചാബ് ലാഹോറിൽ വെച്ച് വെടിവെപ്പ് നടന്നു. 379 പേര് മരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ അല്ലേ. ജനറൽ ആരായിരുന്നു? ഡയർ. പിന്നെ ഖിലാഫത്ത് ഞാൻ ഈ പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ആധികാരികമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം. ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റുകൾ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നമുക്കറിയാം തുർക്കിയിൽ ഖലീഫയുടെ സ്ഥാനം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഉടമ്പടി പുതിയ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. സെപ്രസ് ഉടമ്പടി. പിന്നെ ഹിന്ദു സ്വരാജ് 1919 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വയം ഭരണം അത് തന്നെയാണ്. പിന്നെ പണിമുടക്ക്, തൊഴിലാളികൾ പണിമുടക്കിയ ദിവസമാണ്. പണിമുടക്കിയത് കർണാടകയിൽ ബക്കിംഗ്ഹാമിൽ വെച്ചാണ്, തുണിമില്ലിൽ വെച്ച്. പണിമുടക്കിയവർ പിന്നെ ആസം തോട്ടം തൊഴിലാളികൾ പണിമുടക്കിയിട്ടുണ്ടാകും. ആസം ബംഗാൾ റെയിലിൽ പണി ചെയ്യുന്നവരൊക്കെ പണിമുടക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലേ. നമ്മൾ ഈ ഹിന്ദു സ്വരാജ് എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഒരിക്കലും ഈ ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ നമ്മൾ നിന്നു കൊടുത്തില്ല അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വന്നു. ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗഡ് ജാമിയ മിലിയ ഇസ്ലാമിക, അതൊക്കെ. പിന്നെ അവധിൽ കിസാൻ സഭ, അത് നെഹ്റുവാണ് സ്ഥാപിച്ചത്. അവധിൽ കിസാൻ സഭ സ്ഥാപിച്ചത് ആര്? നെഹ്റു. പുതിയ ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റാണ്. അവധിൽ കിസാൻ സഭ നെഹ്റു. പിന്നെ ചൗരി ചൗര നമുക്കറിയാം, 22 ചൗരി ചൗര. അപ്പം 2 ചായും 2 രായും, അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഈ 1922 എന്ന് കണക്ക് ഫെബ്രുവരി 5 എന്ന് കണക്ട് ചെയ്യാം. അതിൽ ചൗരി ചൗര സംഭവത്തിൽ 22 പോലീസുകാരാണ് വെടിവെച്ചത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഗാന്ധിജി. ഇതിനെ കണ്ടിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ ദേശീയ ദുരന്തം എന്ന് പറഞ്ഞല്ലേ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞു. പിന്നെ ചിരാല പെരാല എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമാണ്. അവിടെ ജനകീയ സമരങ്ങളൊക്കെ നടന്നു. ഇത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമാണ് ചിരാല പെരാല എന്ന് പറഞ്ഞത്. ഈ നഗരത്തിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി ഗവൺമെൻറ് നീക്കം ചെയ്തു. പിന്നെ നികുതി ഭാരം കൂടി. ഗോപാലകൃഷ്ണ ഗോഖലെ അവിടത്തേക്ക് സമരം നടത്തിയെന്നാണ് 11 മാസത്തേക്ക്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കാര്യം പഠിച്ചല്ലോ, നെഹ്റു എന്തോ ഒരു അവധ് കിസാൻ സഭ സ്ഥാപിച്ചു. പിന്നെ ചിരാല പെരാല എവിടെയാണ്? ഗുണ്ടൂർ ജില്ല, ആന്ധ്രാപ്രദേശ്. ഇത് ഓർത്ത് വയ്ക്കുക. എന്തിനു വേണ്ടി? നികുതി ഭാരം കൂട്ടി അല്ലേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഗാന്ധിജി അറസ്റ്റ് ചെയ്തു 6 വർഷത്തേക്കും 22 വരെ. മാർച്ച് 18 റിലീസ് ചെയ്തത്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു ആൻഡ് CR ദാസ് 1923 ഗാന്ധിജി മീറ്റ് ശ്രീനാരായണ ഗുരു. മീറ്റ് ചെയ്തത് 25 മാർച്ച് 12. 25ാമത്തെ വയസ്സിൽ മീറ്റ് ചെയ്തു എന്ന് ജസ്റ്റ് ഓർത്തോ. മാർച്ച് 12 എവിടെ? വർക്കല ശിവഗിരി മഠത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്തത്. ശ്രീ ശിവ.
അപ്പോൾ വനജാക്ഷി മന്ദിരത്ത്, ശിവഗിരി മഠത്തിലെ വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് ആന്ധ്രാപ്രദേശിൽ ഗോത്രസമരം. പിന്നെ റംഭ ലഹള അത് നയിച്ചത് അല്ലൂരി സീതാരാമരാജുവാണ്. അതെന്തെന്നു ഖന നിയമത്തിനെതിരായിട്ടാണ്, കൊള്ളപ്പലിശ അങ്ങനെയൊക്കെ. റാംബ ലഹളയാണ് അല്ലൂരി സീതാരാമരാജ. ഓക്കെ, പിന്നീട് സമരം പിന്നെ മലബാർ സ്പെഷ്യൽ പോലീസാണ് സമരം അടിച്ച് അമർത്തി. അല്ലൂരി മരിച്ചു കേട്ടോ, അല്ലൂരി സീതാരാമയ്യെ കൊന്നു. ഞാനിത് ജസ്റ്റ് പോയിൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കുറച്ച് കാലമായി, മനസ്സിലാക്കാൻ കുറച്ച് പാട്. അപ്പം ഇത് എന്താ റംഭ ലഹള എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാലും പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. പിന്നെ ഭരണഘടനാ പരിഷ്കാരം കൊണ്ടുവന്ന സൈമൺ കമ്മീഷനാണ് 1928 അല്ലേ. ഇത് പിന്നെ എന്തോന്ന് നമ്മൾ ഈ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചല്ലേ, കാരണം ഒരൊറ്റ ഇന്ത്യക്കാർ പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അതിനകത്ത് 7 ബ്രിട്ടീഷ് ആളുകളായിരുന്നു അംഗമായിരുന്നത്, നോ ഇന്ത്യൻസ്. സോ ഇവിടെ നിലനിന്നില്ല. 1928 ഫെബ്രുവരി 3 ഹർത്താൽ. ഓക്കെ, പിന്നെ ലാഹോർ ലാത്തി ചാർച്ചിലാണ് ലാല ലജ്പത് റായ് മരിച്ചത് കേട്ടോ. പിന്നെ അയാൾ തന്നെയാണ് എന്തോന്ന് സാൻഡേഴ്സിനെ കൊന്നത് അല്ലേ. അപ്പം ലാഹോർ ലാത്തി ചാർച്ച് ലാല ലജ്പത് ലാഹോർ ലാത്തി ചാർച്ച് ലാല ലജ്പത് റായ് മരിച്ചു. പിന്നെ പൂനെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് പൂനെ പാർട്ടി അത് ഭരണഘടനാ പരിഷ്കരണമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. മോത്തിലാൽ നെഹ്റു. പിന്നെ ബർദോളി വിജയം 1928 28 തന്നെയാണ് സൈമൺ കമ്മീഷൻ. അപ്പോൾ ബർദോളി എന്ന് പറയുമ്പോൾ 28 ഗുജറാത്തിലാണ്. അതിൽ സർദാർ വല്ലഭായ് പട്ടേൽ, അബ്ബാസ് ത്യാബ്ജി, വിത്തൽ ഭായ് പട്ടേൽ ബർദോളി സത്യാഗ്രഹത്തിലാണ്. 28 ഗുജറാത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ, അബ്ബാസ് ത്യാബ്ജി, വിത്തൽലാൽ പട്ടേൽ. ഓക്കെ, പിന്നെ അത് വന്ന് നികുതി ഭാരം കൂടുതൽ ആയതുകൊണ്ടൊക്കെയാണ്. സമരം വിജയമായിരുന്നു. അപ്പോൾ ബർദോളി സത്യാഗ്രഹം 28 അത് വിജയമായിരുന്നേ. ഞാനൊരു റിപ്പബ്ലിക് ആൻഡ് സോഷ്യലിസ്റ്റ് ആണ്. എനിക്ക് രാജാക്കന്മാരിൽ വിശ്വാസമില്ല, പുത്തൻ വ്യവസായ സ്ഥിതിയിലും വിശ്വാസമില്ല. ഇത് പറഞ്ഞത് നെഹ്റുവാണ്. ഞാനൊരു റിപ്പബ്ലിക്കാണ്, സോഷ്യലിസ്റ്റാണ്. എനിക്ക് രാജാക്കന്മാരിലും വിശ്വാസമില്ല, എനിക്ക് പുത്തൻ വ്യവസായ സ്ഥിതിയിലും വിശ്വാസമില്ല, എനിക്ക് വിശ്വാസമില്ല. അത് പറഞ്ഞത് നെഹ്റുവാണ്. പിന്നെ 1929 ലാഹോറിൽ ലാഹോർ സ്പീച്ചിലാണ് നെഹ്റു അത് പറഞ്ഞത്. ലാഹോർ സ്പീച്ച് എന്നായിരുന്നു 1929. അവിടെ വെച്ചാണ് നമ്മുടെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. അല്ല, അവിടെ വെച്ചല്ല, അതിൻ്റെ നെക്സ്റ്റ് ഇയറാണ് 1930 ജനുവരി 26. അന്നാണ് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞ. പിൽക്കാലത്ത് ഗാന്ധിജി മരിച്ചത് അതേ ദിവസമാണ്. അതും ഓക്കെ. അപ്പോൾ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം 26 1930 ജനുവരി 26 ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം. പിന്നെ ഗുജറാത്ത് ധരാസന എന്ന് പറയുമ്പോഴേ നമുക്ക് സരോജിനി നായിഡുവിനെ ഓർമ്മ വരും. അത് എന്നാണ് 1930 മെയ് 21. പിന്നെ വെബ് മില്ലർ എന്തോ ഒരു കാര്യം പറഞ്ഞു. ഈ 18 വർഷത്തിനിടയ്ക്ക് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന് വെബ് മില്ലർ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഇത് AI നോട്ടായതുകൊണ്ട് എന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല, അതാണ് പ്രശ്നം. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയുടെ നിയമലംഘന പ്രധാന കേന്ദ്രങ്ങളുടെ നേതൃത്വം ഖാൻ അബ്ദുൽ ഖാഫറാണ്. പിന്നെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഷേലാപൂർ സമരത്തിന് വന്നു. റാണി ഗേഡ്ലു ജയിൽ ജീവിതം, സമരജീവിതം. അപ്പോൾ റാണി ഗേഡ്ലു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നെഹ്റു എന്തോ അയാളെ വിശേഷിപ്പിച്ചിരുന്നു അല്ലേ, നാഗന്മാരുടെ റാണി അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെ എന്തോ ആണ്. പിന്നെ ഗാന്ധി ഇർവിൻ പാക്റ്റ് ഉണ്ട്, അത് മിക്ക പരീക്ഷയ്ക്കും ചോദിക്കും, നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്നുണ്ട്. ഗാന്ധി ഇർവിൻ പാക്റ്റ് അതെന്നാണ്? 31 മാർച്ച് 5 പാക്റ്റ് 5.
ഓക്കെ, ഗാന്ധി ഇർവിൻ പാക്റ്റാണ്. 31 മാർച്ച് 5 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആരുടെയാണ്? ഭഗത് സിംഗ് എന്ന് നമുക്ക് ഓർമ്മ കിട്ടും. 1924 എൻ്റെ ബർത്ത്ഡേ 24 ഓഗസ്റ്റാണ്. അപ്പോൾ 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ. പിന്നെ കക്കോരി റെയിൽ, അത് ഉത്തർപ്രദേശിലാണ്. ഭഗത് സിംഗ് 1928 ഭഗത് സിംഗ് 31 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് ഇവരെല്ലാം തൂക്കിക്കൊന്നു. 31 മാർച്ച് 23. മാർച്ച് 24 എൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ അതിൻ്റെ തലേന്ന് മാർച്ച് 23 1931 ഈ സുഖ്ദേവ്, ഭഗത് സിംഗ്, രാജ്ഗുരുവിനെയൊക്കെ തൂക്കിലേറ്റിയതാണ്. സൂര്യ സെന്നാണ് ചിറ്റാഗോ ആയുധ കൊള്ള. അത് പറയുമ്പോൾ സൂര്യ സെന്നിനെ ഓർക്കണം, ആയുധ കൊള്ള സൂര്യ സെൻ. പിന്നെ സ്ത്രീ ഇതിൽ ഉൾപ്പെട്ട സ്ത്രീ പങ്കാളികളാണ് പ്രീതി ലത വഡോദാർ, കൽപ്പന ദത്ത്, ബീന ദാസ്. പിന്നെ ഫലത്തിൽ ഞാൻ ഭീകര ആണ് ഭഗത് സിംഗ് പറഞ്ഞതാണ്. കാക്കോരി 25 ഓഗസ്റ്റ് 9. കാക്കോരി ഉത്തർപ്രദേശാണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്തോ ഇന്ത്യ റെയിൽവേയുടെ പണം എന്തോ മോഷ്ടിച്ച കേസ് അങ്ങനെ എന്തോ ആണ് കാക്കോരി റെയിൽ. അത് 25 ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9. ഓക്കെ, അതിൽ 8 ഡൗൺ ഈ തീവണ്ടി റെയിൽവേ പണം കൈക്കലാക്കി അതിന് വധശിക്ഷയ്ക്ക് വിധിച്ചവർ രാം പ്രസാദ് ബിസ്മിൽ, അഷ്റഫ് ആൻഡ് ഖുള്ള ഖാൻ, രാജേന്ദ്ര രാഹിരി, റോഷൻ സിംഗ്. 4 പേര് ആൻഡമാനിലോട്ട് നാട് കടത്തി. 17 പേർക്ക് തടവ് കിട്ടി. പിന്നെ CSP കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി. പിന്നെ പ്രവർത്തിച്ചതിൽ കമലാദേവി അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ CSPയുടെ അധ്യക്ഷ കമലാദേവി ചതോപാധ്യായ അങ്ങനെ എന്തോ ഇല്ലേ. പിന്നെ ചതോപാധ്യായ. പിന്നെ കിസാൻ സഭ 1920 അവധിൽ എന്തോ കിസാൻ സഭ സ്ഥാപിച്ചത്. അതാരാണെന്ന് പറഞ്ഞു? നമ്മുടെ നെഹ്റു അല്ലേ. അപ്പോൾ 36 അഖിലേന്ത്യാ കിസാൻ സഭ. തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്. നമ്മൾ ആന്ധ്രാപ്രദേശിൽ എന്തോ ഗുണ്ടൂർ പേട്ടു അങ്ങനെ എന്തോ ചിരാല പെരാല പറഞ്ഞിട്ടുണ്ടല്ലേ. അത് നികുതിയെ കുറിച്ചിട്ടുണ്ടല്ലേ. നികുതി പരംകുട്ടിയെ ഗോപാലകൃഷ്ണ ഗോഖലെന്ന് കൂടെ ഓർത്ത് വെച്ചു കേട്ടോ. ഓക്കെ, പിന്നെ നാവിക കലാപമാണ് 46 ഫെബ്രുവരി. റോയൽ ഇന്ത്യ നേവി RIN 1946 ഫെബ്രുവരി 18 ഒരു കപ്പൽ 46 നടന്ന കപ്പൽ കലാപമാണ് ഈ നാവിക കലാപം. ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായിട്ട് തൊഴിലാളി സംഘടന ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ. ഓക്കെ, മന്ത്രം എന്തോ ഒരു മന്ത്രത്തിനെ കുറിച്ച് പറഞ്ഞ് ഗാന്ധിജി. മന്ത്രമല്ല, അതിനെക്കുറിച്ച് എന്തോ ആണ്, കോട്സ് എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ ഈ മന്ത്രം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മന്ത്രം കണ്ടാൽ ഞാൻ ഗാന്ധിജി എഴുതും, അതാണ്. ഓക്കെ, ഒളിവിൽ പിന്നെ ഈ സമരമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇവർ ഡയറക്റ്റായിട്ട് ചെന്ന് സമരം ചെയ്യാതെ എന്തോന്നു ഒളിച്ചും പാത്തുമൊക്കെ സമരം ചെയ്തിരുന്നു. അപ്പം അതിൽ ഇവർ ഒളിച്ചിരുന്ന റേഡിയോ വഴിയൊക്കെ ഈ സന്ദേശങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ റേഡിയോ വഴി പറഞ്ഞ കൂട്ടത്തിൽ ഈ ജയപ്രകാശ് ഉണ്ടായിരുന്നു, റാം മോഹൻ ഉണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട അരുണ ആസിഫ് അലിയാണ്. പിന്നെ സുജേത കൃപലാനി. പിന്നെ ബോംബെ നഗരത്തിലാണ് കോൺഗ്രസ് റേഡിയോ. പിന്നെ ഗാന്ധിജി ജയിലിൽ 21 ദിവസം നിരാഹാരം നടത്തി. ബല്യ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ചിട്ടു പാണ്ഡെ ബല്യ, അത് സമരമായിരിക്കും, ആ സ്ഥലത്തുള്ള സമരമായിരിക്കും കേട്ടോ. ബല്യയിൽ സമരം നടത്തിയതാണ് ചിട്ടു പാണ്ഡെ ബല്യ. പിന്നെ സത്താറ മഹാരാഷ്ട്ര സത്താറ, അവിടെ നാനാ പാട്ടീലാണ്. അങ്ങനെ ചിട്ടു പാണ്ഡെ ബല്ലിയായും നാനാ പാട്ടീൽ സത്താറ മഹാരാഷ്ട്ര. ഓക്കെ, ഈ പേജും കൂടെ ആകുമ്പം ഈ ചാപ്റ്റർ തീരും. ബംഗാൾ എന്ന് പറയുമ്പം 1 വർഷം
അടുത്ത ഡൽഹി ചല എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. 1944 ജൂലൈ 6-നാണ് ഡൽഹി ചല. പിന്നെ അയാളുടെ റേഡിയോയാണ് മറ്റേ ആസാദ് ഹിന്ദ് റേഡിയോ. ഓക്കെ, സ്വാതന്ത്ര്യത്തിൻ്റെ ലാസ്റ്റ് യുദ്ധം അവസാനിപ്പിച്ച റേഡിയോ വഴിയാണ്. ഡൽഹി ചലോയാണ് എന്താ ആ പ്രോഗ്രാമിൻ്റെ പേരാണെന്ന് തോന്നുന്നു അല്ലേ. ആ റേഡിയോ 44 ജൂലൈ 6. 44 ജൂലൈ 6. സിംല കോൺഫറൻസ് 45-ലാണ്. സിംല കോൺഫറൻസ് 45. പിന്നെ ക്യാബിനറ്റ് മിഷൻ വന്നിട്ട് 46 മാർച്ചിലാണ്. ഇടക്കാല ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷൻ വന്നതിന് നമുക്കൊരു ഭരണഘടന വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ക്യാബിനറ്റ് മിഷൻ നമുക്കൊരു ഭരണഘടന ഉണ്ടാക്കുക. അതാണ് അവിടെ മെയിൻ പരിപാടി. പിന്നെ മൗണ്ട് ബാറ്റൻ പദ്ധതിയുണ്ട് 46 ക്യാബിനറ്റ് മിഷൻ 47 മൗണ്ട് ബാറ്റൻ പദ്ധതി. മൗണ്ട് ബാറ്റൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് അനുകൂലമായിട്ട് നിന്ന ഒരു ജനറൽ ആണല്ലേ, വൈസ്രോയി ആണ്, ലാസ്റ്റ് വൈസ്രോയി ആണ് നമ്മുടെ. പിന്നെ പാക് ഇന്ത്യ വിഭജിച്ചത്, പാകിസ്ഥാൻ ഇന്ത്യ വിഭജിക്കാൻ മുൻകൈ എടുത്ത ആളും കൂടിയാണ്. പറഞ്ഞ ദോഷമൊന്നും നമ്മൾ വിചാരിക്കരുത്, നമ്മുടെ നല്ലതിന് വേണ്ടിയൊക്കെ. പിന്നെ സ്വാതന്ത്ര്യ നിയമം ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒരു നിയമം 47 ഓഗസ്റ്റ് 15 തന്നെയാണ് കേട്ടോ നിയമം. അപ്പം 47 തന്നെയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയും, 46 ക്യാബിനറ്റ് മിഷൻ. പിന്നെ ഈ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതെന്നാണ് 47 ജൂലൈ 18. നമുക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ഈ ഭരണം അവസാനിച്ചത് ജൂലൈ 18-നാണ്. അതാണ് ബില്ല്. അന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തെ ബില്ല്. പിന്നെ അപ്പോൾ അത് അന്ന് തീരുമാനിച്ചപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ സഭയുടെ വലിയ മേധാവി ഒക്കെയായിരുന്നു ജോർജ് 16 ജോർജ് 6. പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലി ആയിരുന്നേ. പിന്നെ ഹൗസ് ഓഫ് കോമൺസ് 30 പേരുണ്ടായിരുന്നു. ബില്ല് സൗത്ത് മെട്രോപൊളിറ്റൻ ഗ്യാസ് ബിൽ. പിന്നെ റോയിലി ബുള്ളറ്റ് രാജാവ് അത് അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് തീർന്നു. ഞാൻ എനിക്ക് എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ അറിയാം. ഞാൻ കുറച്ച് കാലം കൊണ്ട് പഠിക്കുന്നുണ്ട് PSC. അപ്പം എനിക്ക് പോയിൻറ്റ്സ് മാത്രം മതി, പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള അഡീഷണൽ പോയിൻറ്റ്സ്. അപ്പോൾ എനിക്കിതിൽ കിട്ടാത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഖിലാഫത്ത് വരുമ്പോൾ ഒരു സൈപ്രസ് ഇടപെടലിൻ്റെ കാര്യം, പിന്നെ ദേശീയ ദുരന്തമല്ല അല്ല വിസ്മയാവഹമായ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഒരു ഹർത്താലിനെയാണ് പറയുന്നുണ്ട് അല്ലേ. ഹർത്താലിൻ്റെ ദിവസം എന്താണ് അത്? ഹർത്താൽ വന്നിട്ട് 19 ഏപ്രിൽ 6-നാണ് ഹർത്താൽ. അതത്രേ ഉള്ളൂ. പിന്നെ റംബലഹള അല്ലൂരി സീതാരാമയ്യയാണ്. അതും എല്ലാം ഈ സമരമൊക്കെ നടന്നത് നമ്മുടെ നികുതി ഭാരമൊക്കെ കൂട്ടുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഈ അല്ലൂരിയെ കൊന്നു, പക്ഷെ മരിച്ചു അയാൾ. അത് റംബലഹളയുടെ. പിന്നെ വന്നിട്ട് നമുക്ക് അറിയാവുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സ്വരാജ് 23 അതൊക്കെ നമുക്ക് CR ദാസാൻ്റെ മോത്തിൻ്റെ നെഹ്റു നമുക്ക് അറിയാവുന്നുള്ള കാര്യമാണ്. ലാത്തി ചാർജിൽ മരിച്ച പിന്നെ അങ്ങനത്തെ കാര്യം. പിന്നെ ഇതിലത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ചാപ്റ്ററിൽ. പിന്നെ ഒരിക്കലും ചാപ്റ്റർ എടുത്ത് വായിക്കണമെന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഓക്കെ, മൗണ്ട് ബാറ്റൻ പറഞ്ഞ് 47, ക്യാബിനറ്റ് 46. പിന്നെ ഭരണം എൻഡ് ചെയ്തത് എന്നാണ് ജൂലൈ 18-നാണ്. ഓക്കെ, വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ് ജോർജ് 16 ആയിരുന്നു. നമ്മുടെ ലാസ്റ്റത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റനാണ്. കാരണം അതോടെ ഇന്ത്യ പാക്ക് നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ഇത് ഇത്രയൊക്കെ ഉള്ളൂ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ പഠിക്കുന്നവരാണ്, ഇൻട്രസ്റ്റ് ഉള്ളവർ, PSCക്ക് എഴുതാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കാണുക, പഠിക്കുക. ഓക്കെ, ബൈ.